ജനകീയാസൂത്രണത്തെക്കുറിച്ച് വലിയ അംഗീകാരം നേടിയ ഒന്നാണത് എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിലെ അധികാര വികേന്ദ്രീകരണം, അതിൽ നാം നടപ്പാക്കിയ ഒട്ടേറെ മുൻകൈകൾ, അതൊക്കെ രാജ്യം തന്നെ ശ്രദ്ധിച്ചിട്ടതാണ്. ഇതിൽ ഏറ്റവും നല്ല പങ്കുവഹിച്ച ഒരു പഞ്ചായത്താണ് മടിക്കൈ. ജനകീയാസൂത്രണ സമയത്ത് സംസ്ഥാനത്ത് സംഘടിപ്പിച്ച ഗ്രാമസഭകളുണ്ടായിരുന്നു. അതിലേറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത ഗ്രാമസഭ നടന്നത് ഈ പഞ്ചായത്തിലായിരുന്നു. അപ്പോൾ നല്ല പങ്കാളിത്തം നാട് എന്ന രീതിയിലും ഇക്കാര്യത്തിൽ മടിക്കൈക്കുണ്ടായിരുന്നു. ഇവിടെ അത്തരമൊരു മണ്ണിൽ ജനകീയാസൂത്രണത്തിൻ്റെ 25ാം വാർഷികത്തിൻ്റെ ഭാഗമായുള്ള ഒരു സ്മാരകം നിർമ്മിക്കുന്നതും എല്ലാം കൊണ്ടും ഉചിതമായ കാര്യമാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പദ്ധതി പ്രവർത്തനങ്ങളിൽ വലിയ തോതിൽ മാറ്റം കുറിച്ച ഒന്നാണ് ജനകീയാസൂത്രണം. സാധാരണ ജനകീയാസൂത്രണം സാധാരണ നിലക്ക് പദ്ധതികൾ മേലേന്ന് തയ്യാറാക്കി കീഴേ നടപ്പാക്കുന്നതാണ്. എന്നാൽ ജനകീയാസൂത്രണത്തിൽ നാം സ്വീകരിച്ച നടപടി ഓരോ സ്ഥലത്തുമുള്ള, ഓരോ പ്രദേശത്തുമുള്ള ജനങ്ങൾക്കാണ് ഏത് തരത്തിലുള്ള വികസനം അവിടെ വേണമെന്നതിനെക്കുറിച്ച് കൃത്യമായ അഭിപ്രായം രേഖപ്പെടുത്താനാവും. അതാണ് ജനകീയാസൂത്രണത്തിൻ്റെ അടിസ്ഥാന പൊരുൾ. ഇപ്പം ജനങ്ങൾ നിർദ്ദേശിക്കുന്നു, അത് നടപ്പാക്കുന്നു. അങ്ങനെ നടപ്പാക്കുമ്പോഴും വലിയ തോതിലുള്ള പങ്കാളിത്തം ജനങ്ങൾ വഹിക്കുന്നു. സാധാരണ ഒരു 100 രൂപ ചെലവിടുന്ന സ്ഥാനത്ത് 150 രൂപ ചെലവിട്ട് പദ്ധതി പൂർത്തിയാക്കുന്നുണ്ടെങ്കിൽ ബാക്കി 50 രൂപ നാട്ടുകാർ വഹിക്കുന്നു. നാടിൻ്റെയും നാട്ടുകാരുടെയും പങ്കാളിത്തത്തോടെ വലിയ തോതിൽ ആ ഘട്ടത്തിൽ പദ്ധതികൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത.